പരിധികളില്ലാത്ത നന്മയുടെ ചക്രവാളമാണ്. ഞാൻ ആവർത്തിക്കുന്നു, നല്ല ഗ്രന്ഥം പരിധികളില്ലാത്ത നന്മയുടെ ചക്രവാളമാണ് എന്ന് ഗാന്ധിജി. First of all, the importance of reading cannot be stressed. Through generations, we have learned about our past, our achievements, cultures have grown, civilizations have flourished. Because those who came after built upon the knowledge passed down by their ancestors. വായനയാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിച്ച മഹാനായ മലയാള എഴുത്തുകാരനും പണ്ഡിതനുമായ ശ്രീ PN പണിക്കരെ അനുസ്മരിച്ച് എല്ലാ വർഷവും ജൂൺ 19 ദേശീയ വായന ദിനമായി നാം ആഘോഷിക്കുന്നു. വായന നമ്മൾ മാനസിക വികാസത്തിനും ആന്തരിക ബോധത്തിനും വ്യക്തിത്വ വികാസത്തിനും അത്യാവശ്യമാണ്. നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ അറിവും വിവേകവും നേടി രാജ്യത്തിനും നാട്ടുകാർക്കും ഗുണമുള്ള പൗരന്മാരായി വളരുവാൻ നമുക്ക് കഴിയുന്നു. മറ്റുള്ള മനുഷ്യരുടെ സംസ്കാരവും ജീവിത രീതികളും മനസ്സിലാക്കാനും അവയുമായി സമന്വയപ്പെടാനും വായന നമ്മെ സഹായിക്കുന്നു. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ അമിത ഉപയോഗം കാരണം പലർക്കും വായിക്കാൻ സമയം കിട്ടാറില്ല. അത് മാറണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ പുസ്തകാവലോകനം തകഴി ശശിധര പിള്ളയുടെ ചെമ്മീൻ. നോവൽ ചെറുകഥ എന്നീ ശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാള സാഹിത്യകാരനായ തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് ചെമ്മീൻ. കുട്ടനാടിന്റെ ഇതിഹാസകാരനെന്ന് വിശേഷിക്കപ്പെടുന്ന ഇദ്ദേഹം ജ്ഞാനപീഠ പുരസ്കാരവും നേടിയിട്ടുണ്ട്. 1956 പ്രസിദ്ധീകരിച്ച ചെമ്മീൻ എന്ന നോവൽ ആധുനിക മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. സമുദ്രത്തെക്കുറിച്ചുള്ള പ്രാചീന വിശ്വാസമായ മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യ വിശുദ്ധമാണെങ്കിൽ മാത്രമേ ഭർത്താവ് സമുദ്രത്തിൽ സുരക്ഷിതനാവുകയുള്ളൂ എന്ന ചിന്താഗതിയെ നിലനിർത്താനാണ് തകഴി ഈ നോവൽ എഴുതിയത്. ഒരു ഹിന്ദു മത്സ്യത്തൊഴിലാളിയുടെ മകളായ കറുത്തമ്മയും ഒരു മുസ്ലിം മൊത്തക്കച്ചവടക്കാരന്റെ മകൻ പരീക്കുട്ടിയും തമ്മിലുള്ള ബന്ധമാണ് നോവൽ. സമൂഹത്തിന്റെ നിയമങ്ങൾ കാരണം താൻ സ്നേഹിക്കുന്ന പുരുഷന്റെ കൂടെ ഇന്ന് വായന PN പണിക്കരുടെ ചരമവാർഷികമായ ജൂൺ 19 ദേശീയ വായന ദിനമായി ആചരിക്കുന്നത്. വായനയുടെ മഹത്വം ഓരോ കേരളീയരിലും എത്തിച്ച PN പണിക്കർ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. വായന എന്നത് ഏതൊരു മനുഷ്യനും അത്യന്താപേക്ഷിതമാണ്. വായന നമ്മുടെ മാനസിക വളർച്ചയ്ക്കും മാനസികോല്ലാസത്തിനും പൊതുവിജ്ഞാനത്തിനും വളരെയധികം ഗുണകരമാണ്. വായനയിലൂടെ അറിവിന്റെയും ഭാവനയുടെയും ലോകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. വായന നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. കാര്യങ്ങളെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ ദർശിക്കാൻ പ്രേരിപ്പിക്കുന്നു. വായന നമ്മുടെ ഭാഷയും ആശയങ്ങളും മെച്ചപ്പെടുത്തുന്നു. കാലം മാറിയതിനനുസരിച്ച് വായനയുടെ രീതികൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പുസ്തകങ്ങൾ മാത്രമല്ല, കമ്പ്യൂട്ടറുകളും ഫോണുകളും ഒക്കെ വായനയുടെ ഉപകരണങ്ങളായി തീർന്നിരിക്കുന്നു. വായനയുടെ രീതികൾ എത്ര മാറിയിട്ടുണ്ടെങ്കിലും വായനയുടെ പ്രാധാന്യം ഇന്നും ഏറെയാണ്. അതുകൊണ്ട് തന്നെ വായന നമ്മൾ കുട്ടിക്കാലത്തിൽ തന്നെ വളർത്തിയെടുക്കേണ്ട ശീലമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിലും വളയും. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വായന ആശംസിച്ചു. നന്ദി. വായന നമ്മുടെ ശീലമാക്കാൻ അറിവാണമൃതമെന്നറിയുക നാം. വായന നമ്മുടെ വ്രതമാക്കാം. വായിച്ചാൽ വളർന്നിടും, വായിച്ചാൽ വിളങ്ങിടും. വായിച്ചാൽ വളർന്നിടും, വായിച്ചാൽ വിളങ്ങിടും. അക്ഷരപ്പൂക്കളിൽ തീർന്നുകരും പൂമ്പാറ്റകളായി മാറാം. അക്ഷരപ്പൂക്കളിൽ തീർന്നുകരും പൂമ്പാറ്റകളായി മാറാം. അജ്ഞാനന്ധതയാകെയകറ്റും വായനാദീപം. അജ്ഞാനന്ധതയാകെയകറ്റും വായനാദീപം.
വായനാദീപം. വായിച്ചാൽ വളർന്നിടും, വായിച്ചാൽ വിളങ്ങിടും, വായിച്ചാൽ വളർന്നിടും, വായിച്ചാൽ വിളങ്ങിടും. വായിച്ചു വളരാം കൂട്ടരെ, ചിന്തിച്ചു വിവേകം നേടാം. വായിച്ചു വളരാം കൂട്ടരെ, ചിന്തിച്ചു വിവേകം നേടാം. പി.എൻ. പണിക്കർ തെളിയിച്ച ദീപം വായനാദീപം. പി.എൻ. പണിക്കർ തെളിയിച്ച ദീപം വായനാദീപം. വായനാദീപം. അറിവുള്ളവരായി വളരുക നാം, വായന നമ്മുടെ ശീലമാക്കാൻ. അറിവാണമൃതമെന്നറിയുക നാം, വായന നമ്മുടെ വ്രതമാക്കാം. വായിച്ചാൽ വളർന്നിടും, വായിച്ചാൽ വിളങ്ങിടും, വായിച്ചാൽ വളർന്നിടും,